അന്ന് ഞാൻ പോയി കണ്ട തിയേറ്ററിന്റെ അവസ്ഥയല്ല ഇന്നിപ്പോൾ പോയി കണ്ടപ്പോൾ കേട്ടോ. തിയേറ്റർ അടിമുടി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഏത് തിയേറ്ററാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. ഈ ഓണവും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ ഓണവും നിങ്ങൾക്ക് അങ്ങോട്ട് ഗംഭീരമാവട്ടെ കേട്ടോ. അപ്പോഴേ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ തിയേറ്ററുകളുടെ ശോചനീയാവസ്ഥ നമ്മൾ മുൻപ് പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ആശ്വാസമായിട്ട് വന്നത് നമ്മുടെ കാർണിവൽ സിനിമാസ് ആയിരുന്നു. പക്ഷേ പഴയ, അതായത് പണ്ട് തൊട്ടേ പ്രവർത്തിച്ചു പോകുന്ന തിയേറ്ററുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ ഈ സമയമായിട്ടും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്റർ എൻ്റെ മോനെ ആടി മൂടി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. 2023 ജാനുവരിയിലാണ് ഞാൻ ഈ തിയേറ്ററിൽ പോയി അവസാനമായിട്ട് സിനിമ കണ്ടത്. അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയൊരു കാര്യം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കേട്ട് നോക്കിക്കോ. പിന്നെ നല്ല വലിയൊരു തിയേറ്റർ ഹോളാണ്. എപ്പോഴെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര തിയേറ്ററായിട്ട് മാറാൻ സാധ്യതയുള്ളൊരു തിയേറ്ററാണ്. യെസ്, അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. ആ ചേട്ടൻ പറഞ്ഞ ആ ഒരു മാറ്റമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് കേട്ടോ. അതായത് നോൺ AC തിയേറ്ററിൽ നിന്നും AC തിയേറ്ററിലേക്കുള്ള ഒരു വലിയ വലിയ ചുവടുവയ്പ്പാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ഞെട്ടിപ്പോയെന്ന് തന്നെ പറയാം. അപ്പോൾ ആ പഴയ അവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ തിയേറ്ററിന്റെ മാറ്റവും ഇത് രണ്ടും കൂടെ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്കും ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, കഥ പറയാനായിട്ട് തുടങ്ങിയാലോ. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ലൂസിമോളെ എടുത്തു. ലൂസിമോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറാണ്. അപ്പോൾ കാറും എടുത്ത് നമ്മുടെ NH66 കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്താണ് കൃഷ്ണ തിയേറ്ററിൽ വന്നത്. NH66 പണി നടക്കുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, നല്ല കട്ട ബ്ലോക്കാണ്. അപ്പോൾ ഇങ്ങനെ ക്ലച്ച് ചവിട്ടിയാണ് ഞാൻ തിയേറ്ററിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിനകത്തേക്ക് കയറിയപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ മാറി നല്ലൊരു ഫീലിലേക്ക് തിയേറ്റർ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോഴേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ നമ്മുടെ പഴയ കൃഷ്ണ തിയേറ്ററിന്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തിയേറ്ററിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി കൊട്ടാരക്കര റോഡിന് സമീപത്തായിട്ടാണ്. ഈ NH66 ഒരു 300-400 മീറ്റർ മാറിയിട്ടാണ് തിയേറ്ററിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ തിയേറ്ററിന്റെ പേര് കൃഷ്ണ എന്നായതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ നീല നിറമാണ് തിയേറ്ററിനും കൊടുത്തിരിക്കുന്നത്. നമുക്ക് അന്ന് ആ സമയത്ത് നോക്കുന്ന സമയത്തെ ഒരു പഴയ സ്കൂൾ കെട്ടിടം അല്ലെങ്കിൽ ഒരു പഴയ ഗവൺമെന്റ് ഓഫീസ് അതുപോലത്തെ ഒരു ബിൽഡിംഗ് ആയിരുന്നു അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ തിയേറ്ററിന്റെ മുൻപിലും അതുപോലെ തന്നെ സൈഡിൽ പകുതി വരെ നമുക്ക് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതായിരുന്നു അന്നത്തെ ആ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പുതിയ രൂപത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ മാറ്റമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബിൽഡിംഗ് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ കളർ തന്നെയാണ് കേട്ടോ. ആ പഴയ നീല നിറം മാറിയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഗ്രേപ്പ് വൈൻ കളറും അതുപോലെ തന്നെ ഒരു ടാൻ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ തിയേറ്ററിന്റെ ബിൽഡിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ മുൻപിലുള്ള ആ ഒരു കൃഷ്ണന്റെ രൂപം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ തൊട്ട് മുകളിലായിട്ട് കൃഷ്ണ എന്ന് വലുതായിട്ടായിരുന്നു പണ്ട് എഴുതിയിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റി നല്ല ഡീസൻ്റ് ആയിട്ട് ലെറ്ററിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു കൃഷ്ണ തിയേറ്ററിന്റെ ലോഗോയും കാണാൻ പറ്റും. അപ്പോൾ അതാണ് തിയേറ്ററിന്റെ ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയറിൽ വന്ന വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പാർക്കിങ്ങിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് വലിയ മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പണ്ടത്തെ കാര്യം പറയുവാണെങ്കിലേ ഇപ്പോൾ ഈ തിയേറ്ററിന്റെ വലതുഭാഗത്തായിട്ട് 2 ചെറിയ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഗേറ്റിനകത്തോട്ട് ഇന്റർലോക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്തെ ആ വലത് സൈഡിൽ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിശാലത നമുക്ക് തിയേറ്ററിന്റെ 2 ഭാഗത്തായിട്ടും കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അന്ന് നമുക്ക് കാണാൻ പറ്റുന്ന മണ്ണായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇന്റർലോക്ക് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു വീതി നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ സ്പേസ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പല്ല, അതായത് നമ്മൾ കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 വീലറാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷെഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി സേഫ് ആയിട്ട് തണലത്തിരിക്കും. അല്ലാന്നുണ്ടെങ്കിലേ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കാണുന്ന ആ ഒരു 3 മണിക്കൂറും വണ്ടി വെയിലത്തിരിക്കും. വണ്ടിയോട് സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം വന്ന് പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ സേഫ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം തിയേറ്ററിന്റെ 3 ഭാഗത്തായിട്ട് നമുക്ക് വിശാലമായ ഒരു പാർക്കിംഗ് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയാണ് വെയിറ്റ് ലോബി. പണ്ടത്തെ വെയിറ്റ് ലോബിയുടെ കാര്യം പറയുകയാണെങ്കിലേ ഒരു ചെറിയ കൺജസ്റ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഇങ്ങനെ ഫില്ലാവുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ചെറിയൊരു സ്നാക്ക് കൗണ്ടർ നമുക്ക് പണ്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥയൊക്കെ മൊത്തം മാറിയിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലാസ് ഡോർ കാണാൻ പറ്റും. അവിടെ തന്നെ ഒരു ഡീസൻറ്റ് സ്പേസിൽ വെയിറ്റ് ലോബി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ചെയേഴ്സ് ഉണ്ട്. അവിടെ തന്നെ നമുക്കൊരു സ്നാക്ക് കൗണ്ടർ കാണാൻ പറ്റും. പോപ്കോൺ തുടങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക്
അവിടുന്ന് കിട്ടും എന്നുള്ളതാണ്. ഇനി ടിക്കറ്റ് കൗണ്ടറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്, പണ്ട് നമ്മൾ നോക്കുമ്പോഴേ ഒരു ബി ക്ലാസ് അല്ലെങ്കിൽ സി ക്ലാസ് ലെവലിലുള്ള ഒരു ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു. അതും ഒരു ചെറിയൊരു കുഞ്ഞ് സ്പേസ് ആയിരുന്നു. അവിടെ തന്നെ നമുക്ക് ബാൽക്കണി 100 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന കാണാം കേട്ടോ. അപ്പം ബാൽക്കണിയുടെ പഴയ ചാർജ് 100 രൂപയായിരുന്നു. ഇപ്പോൾ ചാർജ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു ഡീസന്റ് ലെവലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് ചാർജ് ഒക്കെ അവിടെ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സീറ്റിന്റെ ലേ ഔട്ടും ആ ഒരു ഗ്ലാസിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സീറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോഴേ താഴെ 125 രൂപയും മുകളിൽ ബാൽക്കണിയിൽ 170 രൂപയാണ്. ഞാൻ എടുത്ത ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാൽക്കണിയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് പണ്ട് ഞാൻ ബാൽക്കണിയിലോട്ട് കയറിയപ്പോൾ ഉള്ളൊരു വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പിന്റെ ആ ഒരു രൂപവും പിന്നെ ആ ഒരു ഹാൻഡ് റെയിലിന്റെ മോഡലും ഒക്കെ ഒന്ന് നോക്കി വെച്ചോ. ഇപ്പോൾ കണ്ടല്ലോ. ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നു പുതിയതായിട്ട് പണിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ബാൽക്കണിയിലേക്ക് പോകുന്ന വ്യൂ ആണ്. കണ്ടല്ലോ, വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ നടന്ന് കയറുന്ന ആ ഒരു സ്റ്റെപ്പിന്റെ പോർഷനിൽ വരെ അവർ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ഉള്ളതാണ്. പിന്നെ ഹാൻഡ് റെയിൽസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വലിയ ഡോറാണ് കേട്ടോ. പിന്നെ അന്ന് ഞാൻ പോയ സമയത്ത് ഓൺലൈനാണ് ബുക്ക് ചെയ്തത്, ഇന്നും ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അന്ന് പോയ സമയത്ത് നമുക്ക് ഒരു പ്രിന്റഡ് ടിക്കറ്റ് അവർ അവിടെ താഴെ നിന്ന് തരുമായിരുന്നു. അതുമായിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലേണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ അവസ്ഥ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫോൺ കാണിച്ചിട്ടാണ് നേരെ മുകളിലേക്ക് കയറിയത് കേട്ടോ. അപ്പം ഓൺലൈൻ ടിക്കറ്റ് നമുക്ക് പ്രിന്റ് എടുക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഞാൻ തിയേറ്ററിനകത്തേക്ക് കയറി. എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞാൻ എത്തിയത് കേട്ടോ. സിനിമ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് സീറ്റിന്റെ കാര്യം നോക്കാം. സീറ്റൊക്കെ അടിമുടി മാറിയിട്ടുള്ളതാണ്. അതായത് ആ തിയേറ്ററിന്റെ ഇന്റീരിയർ മൊത്തത്തിൽ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ മാറ്റം തന്നെയാണ് നമുക്ക് തിയേറ്ററിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ആദ്യം തന്നെ നമുക്ക് ബാൽക്കണിയുടെ കാര്യം നോക്കാം. പണ്ട് നമ്മൾ ഈ ബാൽക്കണിയുടെ സീറ്റിന്റെ തൊട്ട് മുൻപിലായിട്ട് ആ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞൊരു പോർഷനെ ഒരു കർവായിട്ടായിരുന്നു വന്നത്. അപ്പോൾ അതിന്റെ ഷേപ്പ് മൊത്തമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി സീറ്റിന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലേ, പണ്ട് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റായിരുന്നു ബാൽക്കണിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നല്ല കുഷനോട് കൂടിയ സീറ്റാണ് വെച്ചിരിക്കുന്നത്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള നല്ല കുഷൻ സപ്പോർട്ടുള്ള ഒരു സീറ്റാണ് കേട്ടോ. ഹെഡ് റെസ്റ്റും അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സുഖിച്ചിരുന്ന് സിനിമ കാണാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ബാൽക്കണിയുടെ ഫ്രണ്ട് റോയിൽ ഇരുന്നിട്ട് സിനിമ കാണുന്ന സമയത്ത് ആ മുമ്പിലുണ്ടായിരുന്ന ആ ഒരു വോൾ ഉണ്ടല്ലോ, ആ ഒരു ചെറിയ വോള്, ആ സാധനം നമുക്കൊരു ഡിസ്റ്റർബൻസ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കറക്റ്റായിട്ട് തന്നെയാണ് അതിൻ്റെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാൽക്കണി ഇരുന്ന് സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരുന്ന് സിനിമ കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഫാന് തുടങ്ങിയ സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഇപ്പോൾ അത് AC തിയേറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുത്ത് സുഖിച്ചിരുന്ന് സിനിമ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി താഴത്തെ റോയിലെ സീറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ മാറ്റം തന്നെ കാണാൻ പറ്റും. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ പഴയ സീറ്റിന്റെ ഒരു രൂപം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു B ക്ലാസ് C ക്ലാസ് ലെവലിലുള്ള ആ ഒരു പഴയ ഒരു സീറ്റ് സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആ സീറ്റ് എല്ലാം എടുത്ത് മാറ്റി എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ പുഷ് ബാക്ക് സീറ്റാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ രണ്ട് സീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് പറയാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ട് നമുക്ക് അത്ര ഭയങ്കര ഒരു എന്താ പറയുക സുഖിച്ചിരുന്ന് കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ഡീസൻറ്റ് ലെവലിൽ തന്നെ കുഷൻ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൃഷ്ണ തിയേറ്ററിൻ്റെ കാര്യം അറിയാലോ, നല്ല നമ്പർ ഓഫ് സീറ്റ്സ് കൂടിയ ഒരു തിയേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാർ സിനിമകളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു വലിയ ഓളത്തിൽ നമുക്ക് സിനിമ കാണാൻ പറ്റും കേട്ടോ. കാര്യം തിയേറ്ററിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ വലിപ്പം, ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നല്ല വലിയ സ്ക്രീനാണ്. അപ്പം ബാൽക്കണി ഇരുന്നാൽ പോലും നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ സിനിമകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കരുനാപ്പള്ളിയിൽ ഇപ്പം പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്ററായിട്ട് കൃഷ്ണ തിയേറ്റർ മാറിയിട്ടുണ്ട്. ഇനിയാണ് പ്രൊജക്ഷൻ ആൻഡ് സൗണ്ട്. അത് എന്തുമാത്രം സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് ഡിസ്ക്ലെയിമർ പറയാം. നിങ്ങൾ കൃഷ്ണ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള ഉറപ്പാണ്. അതായത് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് തൃപ്തികരമായിട്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് കുറച്ചും കൂടെ പ്രിസൈസ് ലെവലിലേക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന, നമുക്ക് ആദ്യം പ്രൊജക്ഷൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് NECയുടെ 2K പ്രൊജക്ടറാണ് കേട്ടോ. അപ്പോൾ ഒരു 2K പ്രൊജക്ടറിൽ നിങ്ങൾക്ക് എന്തുമാത്രം ക്വാളിറ്റി കിട്ടും അത് നിങ്ങൾക്ക് ഈ ഒരു തിയേറ്ററിലും കിട്ടും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഇമേജ് ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇനി എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ തോന്നിയത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലേ, നെഗറ്റീവ് പറയുമല്ല, നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പൊതുവേ ഈ 2K പ്രൊജക്ടറിൽ നമുക്ക് പിക്സലേഷൻ ഇഷ്യൂസ് കാണാൻ പറ്റും. അതായത് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ആ ഒരു കട്ട ആ ഒരു ഫീല് നമുക്ക് കിട്ടുമല്ലോ. അത് നമുക്ക് ഇവിടെയും പ്രകടമാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കളർ ഗ്യാമറ്റിൻ്റെ റേഞ്ചാണ്. ഇപ്പോൾ 2K പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ 4K വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പോയി കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയാണ്.
അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലിൻ്റെ ഡ്രോൺ ഷോട്ടാണ്. അപ്പം കടലിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ കളർ എന്തുമാത്രം അതിനകത്ത് മിസ്സിംഗ് ആണെന്ന് അറിയാൻ പറ്റും. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഷോട്ട് കാണുന്ന സമയത്ത് നമുക്ക് എന്തുമാത്രം കളർ അതിനകത്ത് ലോസ് ആകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ പൊതുവേ നമ്മൾ 2K പ്രൊജക്ഷനിൽ വരുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ അതായത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ 2K ലേസർ പ്രൊജക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൊജക്ഷൻ കിട്ടും. നമുക്കൊരു ഒരു 4K ലാമ്പിനോടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് 2K ലേസേഴ്സ് ക്രിസ്റ്റയുടെ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ പറ്റും കേട്ടോ. ഇനി കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു വിഷ്വൽ കാണുന്നു, അതേ വിഷ്വൽ തന്നെ നിങ്ങൾ ഐഫോണിൻ്റെ റെറ്റിന ഡിസ്പ്ലേ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും. അതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം 4K 2Kയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബ്രൈറ്റ്നസ് ഭയങ്കര കുറവായിരുന്നു. ഞാൻ കഴിഞ്ഞ അന്ന് പോയി ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് ബ്രൈറ്റ്നസ് കൂടുതലായിരുന്നു, ഇങ്ങനെ വെളുത്തിരിക്കുന്നതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് അവർ എനിക്കൊന്ന് കുറച്ച് തോന്നുന്നു ഭയങ്കരമായിട്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡൾ ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഫേസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ബ്രൈറ്റ്നസ്, ആ ഒരു ലെവലുണ്ടല്ലോ, കറക്റ്റ് ആ ഒരു പിടിച്ചു വെച്ചേക്കുന്ന ലെവലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചങ്ങ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൾ ഫീൽ ചെറുതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമല്ല. ഇപ്പോൾ എന്നെ പോലെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന ആൾക്കാരൊക്കെ മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സൗണ്ടിലേക്ക് വരാം. ഇപ്പോൾ ഡോൾബി 7.1ലേക്കാണ് തിയേറ്റർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് അത് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞ സമയത്ത്, ഈ സിനിമയെ പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് രണ്ട് ചാനലിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത്രയും ആ ഒരു എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. പിന്നെ എമിനം സ്പീക്കേഴ്സ് ആണ് ഇപ്പോൾ തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ വോക്കൽ ക്ലാരിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. മുൻപത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ പതുക്കെ സംസാരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു, മിസ്സായിട്ട് പോകാറുണ്ടായിരുന്നു ഞാൻ അന്ന് കണ്ട സമയത്ത്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ വോക്കൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ സറൗണ്ടും വോക്കൽ ക്ലാരിറ്റിയൊക്കെ അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ലൗഡ്നെസ്സിലാണ് ഇവർ സൗണ്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വോളിയമാണ്. പണ്ടൊക്കെ നമ്മൾ ഈ DTS സറൗണ്ടിലൊക്കെ സിനിമ കാണുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല ഓവർ ലൗഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സറൗണ്ട്, അതായത് റൈറ്റ് സറൗണ്ടിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓഡിയോ ഡിസോർഷൻ കേൾക്കാനായിട്ട് പറ്റും. അതായത് ആ ഒരു പതർച്ച ഉണ്ടല്ലോ, അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വോളിയം കൂട്ടി വെക്കുന്ന സമയത്ത് ഈ ഒരു കപ്പാസിറ്റി താണ്ടി പോകുമ്പോഴേ നമുക്ക് പ്രധാനമായിട്ടും ക്ലിപ്പിംഗ് ഉണ്ടാവും, പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് ലിമിറ്റേഷൻസ് ഉണ്ടാവും, മെയിനായിട്ട് റെസൊണൻസ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ ടെക്നീഷ്യൻ നോക്കി അതൊന്ന് പരിഹരിക്കേണ്ടതാണ്. എനിക്ക് റൈറ്റ് സറൗണ്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ ഹൈ വോളിയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും പത്രന്ന ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്ലെയിമർ ഉണ്ടല്ലോ, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു അത് സാറ്റിസ്ഫൈ ആയിട്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് കൂർപ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ ആണ് ഒരു ചെറിയ 1-2 പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സൗണ്ടിൻ്റെ ഈ ഒരു പതർച്ചയൊക്കെ, അതൊന്നും നമ്മൾ ഈ സൂപ്പർ സ്റ്റാർ സിനിമകൾ കാണുന്ന സമയത്ത് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളിങ്ങനെ കുത്തിയിരുന്ന് കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. പൊതുവേ നമ്മൾ അങ്ങനെ നോക്കാറില്ല. നമുക്ക് ആ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായാലും തിയേറ്റർ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ 2K അല്ലെങ്കിൽ വേണ്ട 4Kയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇനി അങ്ങോട്ട് കാലക്രമേണ എത്രയും പെട്ടെന്ന് തന്നെ 4Kയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കരുനാഗപ്പള്ളിയിൽ തന്നെ ഒരു വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു എന്താ പറയുക, ഈ നല്ല ഓളത്തിൽ കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ കൃഷ്ണ തിയേറ്ററായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവരുടെ ഒരു വലിയ ഇനിഷ്യേറ്റീവ് തന്നെ ഇനി വിജയത്തിലേക്ക് എത്തട്ടെ കേട്ടോ.